Welcome to this series in which we consider together some of the questions that people keep in their minds, which they often do not care or dare to raise with others for whatever reasons. In this video, for the first time, I'm attempting an experiment, and that is making this a bilingual experience. So I shall alternate between Malayalam and English, given the fact that Malayalis are now equally proficient in both languages, and furthermore, the younger generation is more at home with English. It's particularly true about the youth in the Malayali diaspora, that is, youth growing up in other countries. കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമന്വേഷിച്ചിട്ടുള്ള നമ്മുടെ യാത്രയിൽ നാം ഇന്ന് പരിഗണിക്കുന്ന ചോദ്യം സ്വയത്തെ സ്നേഹിക്കുന്നതും സ്വാർത്ഥതയും ഒന്നാണോ? The question is self-love and selfishness the same thing? I'm sure you would have considered this question at some point in your life. People tell us that it's not a good thing to be selfish. At the same time, in the teachings of Jesus Christ, we are urged, in fact, we are mandated to love ourselves. നമ്മെ തന്നെ സ്നേഹിക്കുക എന്നത് ആത്മീയമായ ഒരു കടമയായിട്ടാണ് കർത്താവിൻ്റെ പഠിപ്പീരുകളിൽ നാം കാണുന്നത്. എന്നാൽ അതേസമയം സ്വാർത്ഥത വലിയ ഒരു പാകപ്പിഴയാണ്, ധാർമ്മികവും ആത്മീയവുമായ ഒരു വൈകല്യമാണ് എന്ന പഠനവുമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ പലപ്പോഴും പരസ്പര പൊരുത്തമില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ അതിനെപ്പറ്റി പലവിധത്തിലുള്ള ധാരണകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം ഈ അന്വേഷണം ആരംഭിക്കുന്നത്. So what then is the difference between self-love and selfishness? Self-love versus selfishness. നമുക്ക് ലോകത്തിലുള്ള ജീവനുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും പൊതുവായുള്ളൊരു സ്വഭാവമാണ് സ്വയത്തെ കരുതുക എന്നുള്ളത്. എവറി ലിവിങ് ക്രീച്ചർ ഇസ് ഇംബ്യൂഡ് വിത്ത് ദ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സെൽഫ് പ്രിസർവേഷൻ. നമ്മൾ ഈ സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ, അതിൽ സ്വയത്തെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നാം വലിയ വില കൽപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. We want to preserve only that which we consider to be extremely valuable. Whatever is of no value in our estimation, we discard. വിലയില്ല എന്ന് നമുക്ക് ഏതിനെപ്പറ്റി എങ്കിലും തോന്നിയാൽ നാം അതിനെ ഉപേക്ഷിച്ചിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ the first principle to recognize is that life carries with it this instinct to value life. ജീവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്, മർമ്മമാണ് ജീവന് അതുല്യമായ വില കൽപ്പിക്കുക എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം ജീവനാണ്. The greatest value in this world is life. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടാമതായിട്ട് the second principle is that the reason why life carries this extreme value is that life originates in God. At least according to the religious worldview, life originates in God. നാം ജീവന് ഇത്രമാത്രം വില കൽപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് മതപരമായ കാഴ്ചപ്പാടിൽ ജീവൻ്റെ ഉറവിടം ദൈവമാകുന്നു എന്നുള്ളതാണ്. So if God is the giver of life, we hold ourselves accountable to God for how we steward or take care of our life. ദൈവമാണ് നമുക്ക് ഈ ജീവൻ നൽകിയത്, അല്ലെങ്കിൽ ജീവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതോടുകൂടെ തന്നെ ഈ ജീവനെ ഏറ്റവും മഹത്തരമായി കാത്തു സൂക്ഷിപ്പാനും അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാനും നമുക്ക് ചുമതലയുണ്ട് എന്നുകൂടെ നാം തിരിച്ചറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് it comes naturally to every aspect of life, or every embodiment of life, to preserve and cherish itself. ലോകത്തിലുള്ള ഏതെല്ലാം വിധത്തിലുള്ള ജീവജാലങ്ങളുണ്ടോ അവയെല്ലാം
ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തന്നെ അല്ലെങ്കിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യാൻ സർവ്വ കഴിവും ഉപയോഗിച്ച് പരിശ്രമിക്കുന്നത് എന്നത് സർവ്വലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ്. സോ എന്ന് മാത്രവുമല്ല, third principle is to cherish one's life or to cherish life is to want to add to its worth. First we saw that life has intrinsic worth. Life carries worth in itself because God is the origin of life. Secondly, we now realize that because this very precious thing is entrusted to us, as a matter of our gratitude and accountability to God, we experience the duty to enhance the value of the life that is entrusted to us. നമ്മുടെ ജീവൻ്റെ ഉറവിടം ദൈവമാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ അതിൽ കൂടെ തന്നെ നാം അനുഭവിക്കുന്ന മറ്റൊരു ചുമതല ബോധമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവൻ്റെ വില, മാഹാത്മ്യം എത്രമാത്രം വർദ്ധിപ്പിക്കാമോ അത്രമാത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകല കഴിവുകളും ഉപയോഗിച്ച് പ്രയത്നിക്കുക എന്നുള്ളത്. ആ പ്രയത്നത്തിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന അച്ചടക്കത്തിൻ്റെയും പേരാണ് സ്വയത്തെ സ്നേഹിക്കുക, നീ നിന്നെ തന്നെ സ്നേഹിക്കുക, സെൽഫ് ലവ് എന്നുള്ളത്. സെൽഫ് ലവ് ഈസ് ദി പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ of the duty that every living being, particularly human beings, realize of the need and the spiritual obligation to enhance the value or worth of a life that's entrusted to us. I hope ഇത് ഇത്രയും സ്പഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് സ്വയത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ ജീവൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിന് നാം വലിയ വില കൽപ്പിക്കുന്നു. വാചകത്താൽ, ഭാഷയാൽ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അളക്കാൻ കഴിയാത്ത വിലയും മാഹാത്മ്യവും നാം കൽപ്പിക്കുന്നു. ഏറ്റവും വിലയേറിയ ജീവിതം നമ്മെ ഏൽപ്പിച്ച ദൈവത്തോട് നമുക്ക് സ്നേഹവും നന്ദിയും ചുമതലബോധവുമുണ്ട്. അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ ജീവൻ്റെ മേന്മ, അതിൻ്റെ വില, മാഹാത്മ്യം ആകുന്നത്രയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള നമ്മുടെ അധ്വാനവും അതിലടങ്ങിയിരിക്കുന്ന അച്ചടക്കവും എല്ലാം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് സ്വയത്തെ സ്നേഹിക്കുക എന്ന ആശയം. ഇത് വ്യക്തമാണ് എന്ന് വിചാരിക്കുക. ഇനിയും എന്താണ് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ? സോ നൗ ലെറ്റ് us ask, what is selfishness? സെൽഫിഷ്നെസ്സും സെൽഫ് ലവും ചില ഘടകങ്ങൾ പൊതുവായി സ്വീകരിക്കുന്നുണ്ട്. There are some common factors, or at least one common factor between self-love and selfishness. But then they take entirely different routes. സ്വയത്തെ സ്നേഹിക്കുന്നതും സ്വാർത്ഥതയും ഒരു പരിധി വരെ ഒരുമിച്ച് സഞ്ചരിക്കുകയും അത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ദിശയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് ദയവായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശ്രവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വിലയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വിലയുണ്ട്. If I recognize that I have worth, I am also obliged, or I have a duty to recognize that others also have worth. Secondly, if I recognize that I have a duty to increase my self-worth, I must also recognize that others also have a similar duty. And therefore, in the way I go about increasing my self-worth, I must respect the right and the duty that others have to increase and enhance their self-worth. എനിക്ക് എൻ്റെ വ്യക്തിപരമായ വില വർദ്ധിപ്പിക്കാൻ ചുമതലയും ആവശ്യമുള്ളതുപോലെ മറ്റെല്ലാവർക്കും അതേ ആവശ്യവും സ്വാതന്ത്ര്യവും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെയും ആവശ്യത്തെയും മാനിച്ച് ഞാൻ എന്നെ തന്നെ പരിരക്ഷിക്കുന്നു അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നു. ആ അച്ചടക്കം ഈ സ്വയത്തെ സ്നേഹിക്കുക എന്നതിൽ അടങ്ങിയിരിക്കുന്നതാണ്. എന്നാൽ സ്വയസ്നേഹം എപ്പോൾ സ്വാർത്ഥതയായി മാറുന്നുവെന്ന് നമുക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. നൗ
in the light of discussion that we have undertaken so far, we can very clearly understand the very precise distinction between self-love and selfishness. Self-love recognizes and respects the right and responsibility of every other person to increase his or her self-worth, and also the duty to lend a helping hand in doing so. So you can't love yourself without really loving others. But selfishness takes a different route. Selfishness insists that I alone have the right to increase, to celebrate, to expand my self-worth, and I must do so at the expense of somebody else. എനിക്ക് വളരണം, എൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കണം, പക്ഷേ മറ്റുള്ളവർക്കത് പാടില്ല. അതുകൊണ്ട് അവർക്ക് എത്രയും മാർഗതടസ്സം ഉണ്ടാക്കാമോ അത്രയും ഞാൻ ചെയ്യുന്നത് എന്നോട് ചെയ്യുന്ന ഏതാണ് മിടുക്കാണ്, എന്നോട് ഞാൻ കാട്ടുന്ന മിടുക്കാണ് എന്ന വളരെ അബദ്ധമേറിയ തെറ്റിദ്ധാരണയുടെ പേരാണ് ഈ സ്വാർത്ഥത എന്നുള്ളത്. This has to be very clearly understood. While self-love never tries to put hindrances in the path of the growth and development of others, rather, while self-love even takes delight in realizing that others are developing and growing forward and fulfilling their destiny, self-love takes exactly the opposite. It feels uncomfortable, insecure, unhappy and miserable that others are surging ahead, and therefore also feels the need to put hindrances in their path. So അതുകൊണ്ട് എന്താണ് സ്വാർത്ഥത? സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാനിയാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നഷ്ടം വരുന്ന വിധത്തിൽ, കഷ്ടം വരുന്ന വിധത്തിൽ, ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ, അവരുടെ അവകാശങ്ങൾക്ക് ഭംഗം വരുന്ന വിധത്തിൽ ഞാൻ എൻ്റെ താല്പര്യങ്ങളെ അനുധാവനം ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങളെ വലുതാക്കാൻ ശ്രമിക്കുക, എൻ്റെ താല്പര്യങ്ങൾ മാത്രം ഈ ലോകത്തിൽ സാധിച്ചാൽ മതി എന്ന് മാത്രം ശഠിച്ച് പ്രവർത്തിക്കുക. ആ ഒരു നിഷേധാത്മകമായ ജീവിത ദർശനത്തിൻ്റെ പേരാണ് ഈ സ്വാർത്ഥത എന്നുള്ളത്. അതുകൊണ്ട് എവിടെയൊക്കെ സ്വാർത്ഥത പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ മനുഷ്യർ അസന്തുഷ്ടരായിരിക്കും. സ്വാർത്ഥമതികളായ ആളുകൾ അസന്തുഷ്ടരായിരിക്കും. അവരോട് ബന്ധം പുലർത്തുന്ന അവരുടെ പരിധിയിലുള്ള എല്ലാവരും സന്തുഷ്ടരായിരിക്കും. അതേസമയം സ്വയത്തെ യഥാർത്ഥത്തിൽ ആത്മീകമായ ആ സർഗാത്മകതയോടെ, പോസിറ്റിവിറ്റിയോടുകൂടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവളിൽ വളരെ സന്തോഷം അനുഭവിക്കുന്നവളായിരിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളൊരു വ്യക്തി ആ സമീപത്തുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചമായി പരിവർത്തിക്കുവാനും ഇടയാകുന്നു. So a person who really genuinely loves himself or herself becomes a source of inspiration for others to excel in life. Whereas a person who is selfish does everything possible to make sure that others shrink and shrivel so that he can thrive and flourish at their expense. So ഇതാണ് ഒരു broadly speaking, this is a difference between self-love and selfishness. സ്വാർത്ഥതയും സ്വയസ്നേഹവും തമ്മിലുള്ള ബൃഹത്തായ വ്യത്യാസം ഏതാണ്ട് ഇപ്രകാരമാണ് എന്ന് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് കഴിഞ്ഞു. ഇനിയും ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് രണ്ട് കൽപ്പനകൾ, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് യേശു പോലും യഹൂദന്മാരുടെ ഇടയിൽ ഉത്ഭവിച്ച രണ്ട് കൽപ്പനകൾ, അതിലേറ്റവും പ്രധാനമെന്ന് യേശു തിരിച്ചറിഞ്ഞ, എന്നാൽ അതിനെ മറികടന്ന് യേശു മറ്റൊരു കൽപ്പന തരുന്നുണ്ട്. എന്നാൽ അതിലെ രണ്ടാമത്തെ കൽപ്പന, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിൻ്റെ അർത്ഥം, നീ നിന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിൻ്റെ അയൽക്കാരനെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല. നീ നിന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിൻ്റെ അയൽക്കാരനെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല. നീ നിന്നെ സ്നേഹിക്കുന്നു. If you do not love yourself, you cannot love your neighbor. What is the proof that you love yourself? You cherish yourself and you express the value that you attach to your life by constantly endeavoring
to enhance your self-worth, doing everything imaginable to attain that goal. And therefore, the major obstacle one overcomes in this is negativity. നിഷേധാത്മകത. നാം നമ്മെ തന്നെ നമ്മിൽ അടങ്ങിയിരിക്കുന്ന മാഹാത്മ്യത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം കെട്ടിയിട്ടിരിക്കുന്നത് ഈ നിഷേധാത്മകതയുടെ കയറുകൊണ്ടാണ്. We have bound ourselves down with the rope of negativity. അങ്ങനെ വരുമ്പോൾ ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മറ്റാരെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്നേഹിക്കുന്നു എന്ന് നടിക്കും. Therefore, in the domain of love, there is tremendous hypocrisy. Wherever a person who is negative to himself or herself pretends that he or she loves somebody else, that person is a hypocrite. It can never happen. അതൊരു കപടഭക്തിയാണ്. സ്വയത്തെ സ്നേഹിക്കാതെ മറ്റേ ആരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നുവെന്ന് നടിക്കുന്നവർ വെറും കാപട്യക്കാരാണ്, അഭിനേതാക്കളാണ്. അവരിൽ സത്യം അല്പം പോലുമില്ല. ഞാൻ ഈ പറയുന്ന തത്വം, this principle that I have just shared with you, plays a very crucial role in determining whether, for example, the married life is miserable or joyful. If two people are coupled together, one of them being negative to oneself and the other person is positive to himself or herself, the outcome will be hell upon this earth. This practical reality is not recognized by people, unfortunately. We keep all these grim and gloomy realities swept under the carpet. It's high time we started talking objectively, freely and truthfully about these things, so that recognition develops and spreads in the society of the need to address these fundamental human states and conditions so as to effect a breakthrough. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മൂടിവെക്കുന്നതിന് പകരം അവയെപ്പറ്റി സത്യസന്ധമായി പരസ്യമായി പ്രസ്താവിക്കുകയും അത് അങ്ങനെയാണ് എന്ന് സമ്മതിക്കുകയും അതിൻ്റെ ഫലമായി നാം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണം എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഫലമായി കൂടുതൽ ആത്മീകമായ ആ ഒരു സുതാര്യത, ഒരു വെളിച്ചം പ്രാപിപ്പാൻ നമുക്കിടയാകും. അതുകൊണ്ട് വലിയ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകും എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടാകാതിരുന്ന വ്യക്തത ഇപ്പോഴുള്ളതുകൊണ്ടും കൂടെയാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. Kindly share these insights with people, because I believe that insights like these are of tremendous practical value, and that if individuals can be educated regarding them early in their life, they will greatly benefit from this. മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന അതീവമായ ആഗ്രഹത്തിൽ നമുക്ക് ഇനിയുള്ള നാളുകൾ നിലകൊള്ളാം. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം. അവർ അനുഗ്രഹിക്കപ്പെട്ടാൽ ആ അനുഗ്രഹത്തിൽ നാമും അനുഗ്രഹിക്കപ്പെടുകയാണ്. അതേസമയം അവർ ശപിക്കപ്പെട്ടാൽ നാം ശപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദയവായി ഈ കൽപ്പന, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, അതിൻ്റെ ആദ്യത്തെ പടി നീ നിന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ സ്വയസ്നേഹം സ്വാർത്ഥതയല്ല എന്ന് മനസ്സിലാക്കുകയും ഇത് രണ്ടും പരസ്പരമായി വിരുദ്ധമായ ഘടകങ്ങളാണെന്നും അവയുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് സ്വാർത്ഥതയിൽ നിന്ന് വിട്ട് സ്വയസ്നേഹം, ദൈവത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ നാം പാലിക്കേണ്ട നിലനിർത്തേണ്ട സ്വയസ്നേഹമെന്ന് പറയുന്ന ആത്മീയമായ ഉത്തരവാദിത്വത്തെ പാലിക്കുന്നത് കൊണ്ട് അതിൽ കൂടെ നാം പ്രാപിക്കുന്ന വളർച്ചയിൽ, അതിൻ്റെ വിശാലതയിൽ അനേകരെ സ്നേഹിക്കുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ പടർത്തുവാനും ഇടയാകും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. I offer these thoughts unto you in the fervent hope that being clear about the distinction between self-love and selfishness, and the shift from selfishness to self-love, being capable of effecting a huge liberation in our personality, in the scope of our reach and relevance, so that the life of everyone, including our own life, will be blessed, and our society will assume a positive culture of respecting and celebrating each other's worth, and that will bring about a wonderful transformation in the life of everyone. I firmly believe in this, and therefore I offer these thoughts to you in love and in humility. Have a blessed day.